കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് എൻഐഎ കോടതി. UAP അടക്കമുള്ള മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞു. ശിക്ഷാവിധിയിന്മേലുള്ള വാദം നാളെ നടക്കും. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറിനെതിരെ എൻഐഎ ചുമത്തിയ UAPA വകുപ്പുകളും ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞതായി കോടതി കണ്ടെത്തി. 2019 ഏപ്രിലാണ് ഇയാളെ എൻഐഎ അറസ്റ്റ് ചെയ്തത്. പുതുവത്സര ദിനത്തിൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടു എന്നാണ് കണ്ടെത്തൽ. കൊച്ചിയിൽ ലുലു മാളിന് സമീപത്ത് വെച്ചും മറൈൻ ഡ്രൈവിൽ വെച്ചും ഗൂഢാലോചന നടത്തി. അഫ്ഗാനിസ്ഥാനിൽ പോയി IS ൽ ചേർന്ന കാസർഗോഡ് സ്വദേശി അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പദ്ധതികൾ. അബ്ദുൾ റാഷിദിന്റെ വോയിസ് ക്ലിപ്പുകൾ പ്രതിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഡിജിറ്റൽ രേഖകൾ, CDR, ടവർ ലൊക്കേഷൻ, സോഷ്യൽ മീഡിയ വിവരങ്ങൾ എന്നിവയും തെളിവുകളായി. സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് സ്വയം ചാവേറാകാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ അറസ്റ്റിലായത്. ഇയാൾക്കൊപ്പം പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസലിനെയും കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെയും പിന്നീട് മാപ്പുസാക്ഷികളാക്കുകയായിരുന്നു. ശ്രീലങ്കൻ സ്ഫോടക പരമ്പര ആസൂത്രണം നടത്തിയവരുമായി ചേർന്നാണ് കേരളത്തിൽ ആക്രമണം പദ്ധതിയിട്ടത് എന്നാണ് NIAയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടർ, കൊച്ചി.